നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പിൻ്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആഞ്ചലോട്ടിയോട് നെയ്മറെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ബ്രസീലിലൊരു ടെലിവിഷനിൽ ഫിലിപ്പെ മെലോ പറഞ്ഞു, ഒറ്റ കാലുകൊണ്ട് കളത്തിലിറങ്ങുന്ന ഒരവസ്ഥയിലാണെങ്കിലും നെയ്മർ ഇറക്കിയാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. ഇപ്പോൾ നെയ്മറെ ഏറെ നന്നായി അറിയാവുന്ന ഒരാളാണ് ടിറ്റെ. നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കോച്ച് ടിറ്റയാണെന്ന്. ആ ടിറ്റെ കഴിഞ്ഞ ദിവസം നെയ്മറെക്കുറിച്ച് പറയുന്നു, കേൾക്കുക. Vocês têm uma capacidade de fazer perguntas que nos enrola assim extraordinária, né? Eu vou falar do Neymar em condições normais. É extraordinário. Neymar em condições normais é extraordinário. A zona 14, o meio-campista que ele vai errar de 5 bolas, ele vai errar 3 e 2 ele vai te decidir, porque ele tem uma capacidade criativa impressionante, onde tu não imagina as coisas possam acontecer. Esse é o Neymar. O Neymar tem uma capacidade extraordinária. Estando nas suas condições normais, é impressionante que ele joga. അതാണ്, ഇത്രയേ ഉള്ളൂ. സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നെയ്മറെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ടിറ്റ പറഞ്ഞാണ് എൻ്റെ ശരി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നെയ്മർ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ, അതായത് പരിക്കൊന്നുമില്ലാത്ത നോർമൽ കണ്ടീഷനിലാണെങ്കിൽ നെയ്മർ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. ഇപ്പോൾ മിഡ്ഫീൽഡേഴ്സ് ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരുത്തും. നെയ്മറെ നമ്മൾ മധ്യനിരയിലൊക്കെ കളിപ്പിക്കുമ്പോൾ അങ്ങനെ വരാം. ഇപ്പോൾ 5 ബോൾ കൊടുക്കുന്നതിൽ 5 പാസ് കൊടുക്കുന്നത് 3 മിസ്സാവാം. പക്ഷേ ബാക്കിയുള്ള 2 പാസ് ഉണ്ടല്ലോ, അത് മതിയാവും കളി മാറ്റിമറിക്കാൻ. അത് ഡിസിസീവായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം അത്രത്തോളം ഇംപ്രസീവായ ക്രിയേറ്റീവ് കപ്പാസിറ്റി നെയ്മർ ജൂനിയർക്കുണ്ട്. നെയ്മർ എന്ന് പറയുന്ന താരം സാധാരണ കളിക്കാരനല്ല എന്നാണ് ടിറ്റ പറയുന്നത്. ഇത് തന്നെയാണ് നെയ്മറെ കളിപ്പിക്കുന്ന എല്ലാ കോച്ചുമാർക്കും പറയാനുണ്ടാവുക. കളിയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നെയ്മറെ പോലുള്ള താരങ്ങളെ കൊണ്ട് പറ്റും. അവർ ചിലപ്പോൾ കൊടുക്കുന്ന ചില പാസുകളൊക്കെ മോശമായിരിക്കും, ചില നീക്കങ്ങൾ ഫെയിലൊക്കെ ആയിരിക്കും. പക്ഷേ ആ 1-2 നീക്കങ്ങൾ മാത്രം ക്ലിക്കായാൽ പോലും കളിയുടെ റിസൾട്ട് അവിടെ മാറി പറയും. അത് ആഞ്ചലോട്ടിക്കും അറിയാം. പക്ഷേ നെയ്മർ ഫിറ്റ് ആയാൽ ടീമിലെടുക്കുമെന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. കാത്തിരുന്ന് കാണാൻ എന്ത് സംഭവിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.